أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: من وجد سعة ولم يضحي فلا يقربن مصلانا. സ്നേഹാദരവുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ അഖിലവും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചവൻ അവന്റെ വിശാലമായ കരുണ കൊണ്ട്, ഔദാര്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്ന ഉമ്മമാര്, ഉപ്പമാര്, കുഞ്ഞുങ്ങള്, സഹോദരങ്ങള്, സഹോദരിമാർ അല്ലാഹു അവർക്കെല്ലാം ആജിലായ കാമിലായ ശിഫാ നസീബാക്കുമാറാകട്ടെ. സന്തോഷം നിറഞ്ഞ ജീവിതം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് അല്ലാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹാജിമാര്, ഹജ്ജുമ്മമാര് യാത്ര തിരിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തിരുകരങ്ങളാൽ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പിന്തുണയോടെ പണി കഴിപ്പിക്കപ്പെട്ട മഹാഗേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ദാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അല്ലയോ ഇബ്രാഹിം, ലോകത്തെ മുഴുവൻ ജനങ്ങളോടും നീ വിളംബരം ചെയ്യണം, ഹജ്ജിന് ആഹ്വാനം ചെയ്യണം. അവർ നിന്റെ വിളിക്ക് ഉത്തരം നൽകും. കാൽനടയായി വരും, വാഹനപ്പുറത്ത് വരും, നഗരങ്ങളിൽ നിന്ന് വരും, മലയിടുക്കുകളിൽ നിന്ന് വരും. യാതൊരു നിലയ്ക്കും ഇൻഫർമേഷൻ എത്താൻ പോലും സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് പോലും സാധാരണക്കാരായ മനുഷ്യർ പോലും, സൈക്കിളിൽ മാത്രം യാത്ര ചെയ്ത് ശീലിച്ച മനുഷ്യർ പോലും അല്ലാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെക്കുന്ന അത്ഭുതകരമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. നാം അങ്ങനെ ഒരു മാസത്തിലാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മാസങ്ങളിൽ ദുൽഖഅദിലും ദുൽഹജ്ജിലും, ദുൽഹജ്ജിലാണ് അമലുകൾ നടക്കുന്നത്. ഹജ്ജിന്റെ അമലുകൾ നടക്കുന്നത് ദുൽഹജ്ജിലാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയേണ്ടിയിരുന്നത് ദുൽഹജ്ജ് ദിവസങ്ങൾ എന്ന് പറയണം. ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട ദിവസങ്ങളാണെന്നാ പറയേണ്ടത്. പക്ഷെ അല്ലാഹു പറഞ്ഞത് അറിയപ്പെട്ട മാസങ്ങളാണ്. ഒരു ഹാജി ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന, നിയ്യത്ത് ചെയ്ത് ഒരുങ്ങുന്ന സന്ദർഭമുണ്ടല്ലോ, അപേക്ഷ കൊടുത്ത് അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആ മൊമെന്റ് മുതൽ ആ സമയം ആരംഭിച്ചു കഴിഞ്ഞു, ആ മാസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അമലുകളാകെ ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ്. ദുൽഹജ്ജിന്റെ ആദ്യ ആഴ്ചയിൽ പൂർത്തീകരിക്കപ്പെടുന്ന അമലാണ്. പക്ഷെ മാസങ്ങൾ നീണ്ട ഒരുക്കം, ആ ആഗ്രഹത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട മാസങ്ങളാണ്. ഫമൻ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ആരൊരാൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയോ ഫലാ റഫസ, അവൻ അനാവശ്യമായ കാര്യങ്ങളുമായി ഏർപ്പെടാൻ പാടില്ല. അനാവശ്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു കാര്യവുമായിട്ടും അവൻ ബന്ധപ്പെടാൻ പാടില്ല. പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ചിന്തകളെ
ഏകീകരിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കുകയാണ്. അശ്ലീലകരമായ ഒരു പ്രവർത്തനങ്ങളുമായി, ഹറാമായ ഒരു പ്രവർത്തനങ്ങളുമായി നേരത്തെയും പാടില്ല, ഇപ്പൊ തീരെ തന്നെ പാടില്ല, ആലോചിക്കാൻ തന്നെ പാടില്ല. വലാ ഫുസൂഖ വലാ ജിദാല, തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. എന്ത് തന്നെ പ്രകോപനങ്ങൾ ഉണ്ടായാലും അവിടെ സഹനതയോടെ, സധൈര്യത്തോടെ ഉറച്ചു നിൽക്കണം. വലാ ജിദാല, ഹാജി എന്ന് പരിശീലിക്കുന്നത് എന്തിനാണ്? തിരിച്ചു വന്നിട്ട് ഈ പ്രകോപനങ്ങളിൽ കൊടുക്കാതിരിക്കാൻ. വലാ ജിദാല വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കും, വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ഹജ്ജിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ അത്യാവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ എടുത്തുകൊള്ളുവിൻ. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു മറന്നു പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു മറന്നു പോകരുത്, അത് തഖ്വയാണ്. എവിടെല്ലാം പറഞ്ഞു? നോമ്പിന്റെ ഘട്ടത്തിലും പറഞ്ഞില്ലേ തഖ്വയാണെന്ന്, നിസ്കാരത്തിലും പറഞ്ഞില്ലേ തഖ്വയാണെന്ന്, ഹജ്ജിലും പറഞ്ഞില്ലേ തഖ്വയാണെന്ന്. ഹജ്ജ് ഒരു പരിശീലന കളരിയാണ്, നോമ്പ് ഒരു പരിശീലനമാണ്, നമസ്കാരം ഒരു പരിശീലനമാണ്. ഒരു വിശ്വാസി ഈ പരിശീലനത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ജീവിതമാണ് അവന്റെ ഇതിന് പുറത്തുള്ള ലൈഫ് എന്ന് പറയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആ പുണ്യഭൂമിയിലെത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി കഴിവ് വന്നു കഴിഞ്ഞാൽ, സാമ്പത്തികമായ കഴിവ് എന്ന് പറഞ്ഞാൽ വലിയ കോടികൾ ഉണ്ടാകുക എന്നുള്ളതല്ല. നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക ഭദ്രതയുണ്ട്, സ്വന്തമായി വീടും വസ്തുവൊക്കെ ഉണ്ട്. എന്നാൽ ഒരു പല വസ്തുക്കൾ നമുക്ക് അല്ലാതെയുണ്ട് എങ്കിൽ നമുക്ക് ഹജ്ജ് നിർബന്ധമാണ്. വേറെ ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ അവിടെ ഹജ്ജ് നിർബന്ധമായി കഴിയും. കുറെ പൈസ കയ്യിൽ വരിക എന്നുള്ളത് മാത്രമല്ല അതിന്റെ ഉദ്ദേശം, എന്നത് സാന്ദർഭികമായി പറഞ്ഞതാണ്. ഈ വർഷം പോകാൻ സാധിക്കാത്ത മുഅ്മിനീങ്ങൾ ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ അതിനുവേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഹാജിമാരല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മാസത്തിൽ ഒരുങ്ങാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട അമലാണ് ബലികർമ്മം എന്ന് പറയുന്നത്. ബലികർമ്മം, ഉദ്ഹിയ, ഖുർബാൻ. അവിടെയും ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്, മാതൃകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു എത്ര സ്ഥലങ്ങളിലാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് മെൻഷൻ ചെയ്യുന്നത്? ഇബ്രാഹിമിന്റെ പൈതൃകം. അതെന്താ മൂസയുടെ പൈതൃകം എന്ന് പറയാം? അതെന്താ ഈസയുടെ പൈതൃകം അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട 25ഓളം നബിമാരുടെ പേരല്ല അവിടെ പറയുന്നത്, പൈതൃകമല്ല പറയുന്നത്, ഇബ്രാഹിമി പൈതൃകം. ഇബ്രാഹിമി പൈതൃകത്തിന്റെ സവിശേഷത എന്താണ്? ഇബ്രാഹിമി പൈതൃകത്തിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ പല സംസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ളത്. നാം അങ്ങനെ ലഭിച്ചതാണ് ഉദ്ഹിയ, ചേലാകർമ്മം, ഗുഹ്യരോമം പിഴുകുന്നത്. ഇങ്ങനെ വ്യക്തിയുടെ സംസ്കാരത്തിന്റെ പല നന്മകളും നമുക്ക് ലഭിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പൈതൃകത്തിൽ നിന്നാണ്. അത് ശറഇന്റെ ഭാഗമായി, വഹീന്റെ ഭാഗമായി സ്വയം അത് നിർവഹിക്കുകയും അത് സമൂഹത്തെ വേദഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിക്കുകയും ചെയ്തത് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. അതുകൊണ്ടാണ് പറയുന്നത് അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫാ, ഇർജുമനസ്തനായി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗ്ഗം അവലംബിക്കണം. അതേ ഇബ്രാഹിം അലൈഹിസ്സലാമിന് വേണ്ടി നമ്മൾ നമസ്കാരത്തിൽ ദുആ ചെയ്യുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രവാചക കുടുംബത്തിന്റെ കാരണവരാണ്, വാപ്പയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാനുള്ള പരവതാനി വിരിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃകയാണ് ബലികർമ്മം. ബലികർമ്മം എന്ന് പറയുന്നത് ഒരു കന്നുകാലിയുടെ കഴുത്തിലേക്ക് കത്തിവെച്ച് രക്തമൊഴുക്കുന്ന ഭൗതികമായ പ്രക്രിയക്ക് പറയുന്ന പേരല്ല, അതിന് ആത്മീയമായ വശമുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും.
വ്യത്യസ്ത ബലികർമ്മങ്ങൾ നിർവഹിച്ചാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ചരിത്ര പുരുഷൻ രൂപപ്പെട്ടത്. ജീവിതത്തിന്റെ മുഴുവൻ പരീക്ഷണങ്ങളിലും സർവശക്തനായ റബ്ബിന്റെ മുമ്പിൽ സ്വന്തം ശിരസ് കുരിച്ച ഒരു വ്യക്തിത്വത്തിന്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഏത് പരീക്ഷണ ഘട്ടങ്ങൾ അല്ലാഹു പറഞ്ഞില്ലേ, വഇദി ബിതലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരീക്ഷിച്ച സന്ദർഭം ബികലിമാത്തിൻ, പല വചനങ്ങൾ നൽകി. അല്ലാഹു പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. മുഴുവൻ പരീക്ഷണങ്ങളെയും അതിജയിച്ച പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ഞാൻ നിന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇമാമായി പ്രഖ്യാപിക്കുന്നു. ഇമാം എന്ന് പറഞ്ഞാൽ ലോകത്ത് സെമിറ്റിക് മതവിഭാഗങ്ങൾ ഒന്നും തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തിരസ്കരിക്കുന്നില്ല. യഹൂദ മതമാകട്ടെ, ക്രിസ്തു മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഒരു മതവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തെ തിരസ്കരിക്കുന്നില്ല. ബാക്കി എല്ലാ പ്രവാചകന്മാരും അങ്ങനെയല്ല. ഞങ്ങളെല്ലാം ഇബ്രാഹിമി പൈതൃകം അവകാശപ്പെടുന്നവരാണ്. മറ്റു പൈതൃകത്തിലാണെന്ന് ജൂതനും പറയുക, ക്രിസ്ത്യാനിയും പറയുക, മുസ്ലിമും പറയുക. ഇന്ന ഔലന്നാസി ബിഇബ്രാഹിം അല്ലദീന തബഉ വഹാദ നബിയ്യു വല്ലദീന ആമനു. ഇബ്രാഹിമിനോട് കടപ്പെടാൻ ഏറ്റവും അവകാശമുള്ളത് ഈ പ്രവാചകനും ഈ പ്രവാചകനെ പിൻപറ്റുന്നവർക്കുമാണ് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. എന്താണ് ബലികർമ്മം? അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ തലകുനിക്കലാണ് ബലികർമ്മം, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ ഒരു മനോവികാരത്തിന്റെ പേരാണ് ബലികർമ്മം. തലകുനിച്ചില്ലേ? കാത്തിരുന്ന് കിട്ടിയ പിഞ്ചോമന മകനെയും ഭാര്യയും ആരുമില്ലാത്ത മണലാരണ്യത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് മൗനമായി ആ മനുഷ്യൻ തിരിച്ചു നടന്നു. ഭർത്താവെന്ന രീതിയിൽ ഭാര്യ ഒറ്റപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഓർത്ത് മനസ്സൊന്ന് പിടച്ചിട്ടുണ്ട്. കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ ആരുമില്ലാത്ത മണലാരണ്യത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഒരു പിതാവിന്റെ ചക്രി എന്ത് തന്നെയാണെങ്കിലും പിടിക്കും. പക്ഷേ മൗനമായി നടന്നു പോയതിന്റെ അർത്ഥം അതാണ്. വിളിച്ചു, ഹാജറ ബീവി റളിയല്ലാഹു തആല എങ്ങോട്ടേക്കാണ് പോകുന്നത്? മറുപടിയില്ലായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പോലും പറഞ്ഞില്ല. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഞാൻ മൗനമായി വഴങ്ങുകയാണ് എന്ന് തലയാട്ടുക മാത്രം. അള്ളാഹു പാഴാക്കുകയില്ല എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറയാനുള്ള അർപ്പണ ബോധത്തിന്റെ പേരാണ്, ആ മനോഭാവത്തിന്റെ പേരാണ്. അതാണ് ഉദാഹരണം. തിരസ്കരിച്ചു സ്വന്തം പിതാവ്. നീ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞുകൊല്ലുമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ കടന്നു പോയിക്കൊള്ളണം, നാട് വിട്ടു പോകണമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അള്ളാഹുവിന്റെ കൽപ്പന അതാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറയുമ്പോൾ ഖുർആനികമായ കൽപ്പന മാത്രമല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പടച്ചവന്റെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുക എന്ന് പറയുന്നത് അത് അല്ലാഹു തീരുമാനിച്ചതാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്തിന്? ഈ അർപ്പണ മനോഭാവത്തിന് പേരാണ് ബലികർമ്മം. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും നിങ്ങൾ എന്നെ വലിച്ചെറിയരുത് എന്നൊരു വാക്ക് പോലും പറയുന്നില്ല. അല്ലാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അതും ശിരസ വഹിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങളാൽ നിറഞ്ഞ ആ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിൽ അല്ലാഹു പറഞ്ഞതാണ്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇമാമായി ഇബ്രാഹിം നിന്നെ പ്രഖ്യാപിക്കുന്നു എന്ന്. അവസാനം അല്ലാഹു പറഞ്ഞു, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കൽപ്പന, വളരെ വ്യക്തമായ കൽപ്പന വന്നു, നിനക്കുണ്ടായ കുഞ്ഞിനെ നീ ബലി കൊടുക്കണം. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഓടിക്കളിക്കുന്ന പ്രായമായ ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻശാഅല്ലാഹു മിനസ് സാബിരീൻ. ഓടിക്കളിക്കുന്ന പ്രായമെന്ന് അല്ലാഹു എടുത്തു പറയാൻ കാരണം എന്തെന്നറിയാമോ? ആ കുഞ്ഞിന്റെ മുഴുവൻ കുസൃതികളും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മനസ്സിലുണ്ട്. സ്നേഹിച്ച് ലാളിച്ചൊപ്പം നടന്നിട്ടുണ്ട്.
സ്നേഹം പങ്കിട്ടിട്ടുണ്ട്, ചേർത്തണച്ചു പിടിച്ച് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രായം ആസ്വദിച്ചതിന് ശേഷം പറഞ്ഞത് فلما بلغ معه السعي قال إني أرى في المنام أني أذبحك. ഞാൻ നിന്നെ അറക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നീ എന്തു പറയുന്നു? യാ അബതി ഫഅൽ മാ തുഅ്മർ. താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് താങ്കൾ നിർവഹിക്കുക എന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ മനോഭാവം, ഒരു ഭാര്യയുടെ ഒരു കുഞ്ഞിന്റെ മനോഭാവം നിങ്ങൾ ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. താങ്കൾക്ക് എന്നെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ കണ്ടെത്താം. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? ആ എനർജി, അതാണ് ഈമാന്റെ എനർജി, വിശ്വാസത്തിന്റെ എനർജി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉമ്മ ഹാജറ വിധേയപ്പെട്ടു, അതിനായി വീണ്ടും തലകുനിക്കുന്നു. അല്ലാഹു സ്വീകരിച്ചു. ഇബ്രാഹിം ഇനി വേണ്ട, ഇനി ഒരടിയാണ് കണ്ട. താങ്കൾക്ക് നൽകപ്പെട്ട ദിവ്യമോഹനത്തെ താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു ആ കടാര ചലിപ്പിക്കാതെ പറഞ്ഞില്ലേ? അതാണ് ബലികർമ്മം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബലികർമ്മം എന്ന് പറഞ്ഞാൽ കേവലം നാം നടത്തുന്ന ഭൗതികമായ ആ പ്രക്രിയയ്ക്ക് പറയുന്നതല്ല, അത് നമ്മുടെ ഒരു മനോവികാരത്തിന് പറയുന്നതാണ്, മനോഭാവത്തിന് പറയുന്നതാണ്. അല്ലാഹുവിന് വിധേയപ്പെടാൻ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എത്രമാത്രം പാകപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ പേരാണ്. എന്നാൽ അതേസമയം ബലി കൊടുത്ത ആളുകൾ അന്ന് ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ ഇസ്രായേലിയരോട് പശുവിനെ അറുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി. എന്തിനാണ്? ഇസ്രായേലിയർ മുസ്ലിമീങ്ങളായി ജീവിച്ച ആളുകൾ സാമിരിയുടെ നേതൃത്വത്തിൽ വിഗ്രഹാരാധകരായി മാറി, പശുവിനെ ആരാധിച്ചു, ഗോപൂജകരായി മാറി. അതിന്റെ പ്രായശ്ചിത്തമായി അല്ലാഹു പറഞ്ഞത് പശുവിനെ അറുക്കണം എന്നാണ്. അല്ലാഹു കൽപ്പിക്കുന്നു നിങ്ങളോട് പശുവിനെ അറുക്കണമെന്ന്. ആ കൽപ്പന അനുസരിക്കാനുള്ള മനോഭാവം അവർക്കില്ലായിരുന്നു. അവർ തിരിച്ച് സംശയങ്ങൾ ചോദിച്ചു, വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. ഏത് തരം, ഏത് നിറം, ഏത് സ്വഭാവം ഒക്കെ ചോദിച്ചു. ചോദ്യങ്ങൾക്ക് മുറുകി കൂടുന്തോറും അല്ലാഹുവിന്റെ കൽപ്പനയും മുറുകി. നേരത്തെ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു, ഇപ്പോ കിട്ടാമനിയായ ഒരു പശുവിനെ തെരഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേലികൾ എത്തിപ്പെട്ടു. അവസാനം തെരഞ്ഞു പിടിച്ച് അറുത്താൽ മാത്രമേ പാവമോക്ഷം ഉണ്ടാവുകയുള്ളൂ എന്ന പ്രഖ്യാപനം. അല്ലാഹു അറുത്തു. ഫദബഹൂഹാ വമാ കാദു യഫ്അലൂന എന്ന് അല്ലാഹു അവസാനിപ്പിച്ചു. ഫദബഹൂഹാ, അവർ അത് അറുത്തു. വമാ കാദു യഫ്അലൂൻ, അവർക്ക് അറുക്കാൻ കഴിയുമായിരുന്നില്ല. അല്ലാഹു സ്വീകരിച്ചില്ല. അതിന്റെ അർത്ഥം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറുത്തോ? അറുത്തില്ല. അവിടെ അല്ലാഹു സ്വീകരിച്ചു. രണ്ട് മനോഭാവങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദ്ഹിയ എന്ന് പറയുന്നത് കേവലം ഒരു ഭൗതികമായ പ്രവർത്തനത്തിന്റെ പേരല്ല. അതിന് വ്യക്തവും സ്പഷ്ടവുമായ ആത്മീയമായ മാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ലയനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ വലാകി യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹുവിന് ആ ബലിമൃഗങ്ങളുടെ രക്തം കിട്ടുന്നില്ല, മാംസങ്ങളും കിട്ടുന്നില്ല. വലാകി യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹുവിന് വേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള തഖ്വയാണ്. പടച്ചവന് വേണ്ടി നിങ്ങൾ എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നത്. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് പ്രാർത്ഥന വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്. നമസ്കാരത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുവേ, എന്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു. ആ ചരിത്രത്തിൽ നിന്നും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. ഹനീഫൻ, എങ്ങോട്ടും ചായൂല, ചരിയുകയില്ല, ഇവിടെ ഉറച്ചു നിൽക്കും. മുസ്ലിമൻ, നിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കാനുള്ള ഉറച്ച മനോധൈര്യം എനിക്കുണ്ട്. മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഉദ്ഹിയയ്ക്ക് വേണ്ടി, ബലികർമ്മത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മൾ അധ്വാനിച്ച വിയർപ്പൊഴുക്കിയ സമ്പത്തിന്റെ ഒരു വിഹിതം ബാങ്കിൽ പലിശ കിട്ടി, ആ പലിശയുടെ പണമല്ല,
നമ്മൾ അധ്വാനിച്ചൊഴുക്കിയ സമ്പത്തിന്റെ ഒരു ഭാഗം നാം എടുത്ത് ഉദ്ഹിയയ്ക്ക് വേണ്ടി നീക്കിവെക്കുമ്പോ അത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനോഭാവത്തിൽ സൃഷ്ടിക്കുന്ന ഒരു മാറ്റമുണ്ടല്ലോ, അതിന് നമ്മളെ പ്രേരിപ്പിച്ച ഘടകമുണ്ടല്ലോ, അവിടെ ആ ഉദ്ഹിയ സംഭവിക്കുകയാണ്, അവിടെ ആ ബലികർമ്മം സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ അമില ഇബ്നു ആദം ما عمل ابن آدم يوم النحر عملا أحب إلى الله من إهراق الدم. രക്തം അന്ന് ഒഴുക്കുന്നതിനേക്കാളും പ്രിയപ്പെട്ട ഒരു അമൽ പെരുന്നാൾ ദിവസം ഒരു മനുഷ്യ സന്തതിയും നിർവഹിക്കുന്നില്ല. നമ്മുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗം അന്ന് നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാംസാഹാരം നമ്മൾ കഴിക്കുന്നത് പോലെ സമൂഹത്തിലെ സാധുക്കളായ ആളുകൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ അയൽവാസികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവരുടെ വീട്ടിലേക്ക്, അവരുടെ അടുക്കളകളിലേക്ക് നമ്മുടെ ഉദ്ഹിയയുടെ ഒരു വിഹിതം എത്തുമ്പോൾ അവിടെ പഠിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഈ ഉറച്ച മനോഭാവം, നന്മയുടെ സംസ്കാരത്തിന്റെ ഔന്നിത്യത്തിന്റെ മനോഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടെ കടുപ്പത്തിൽ പറഞ്ഞു, മൻ വലദ സഅതൻ വലം യുളഹി ഫലാ യഖറുബന്ന മുസല്ലാന. ആരൊരാൾക്ക് കഴിവുണ്ടായി അയാൾ ബലികർമ്മം നിർവഹിച്ചില്ലെങ്കിൽ ഫലാ യഖറുബന്ന മുസല്ലാന, നിസ്കരിക്കാൻ പോലും ഇങ്ങോട്ടേക്ക് വരണ്ട, പെരുന്നാൾ നിസ്കരിക്കാൻ അവന് അവകാശമില്ല. അത്ര സുപ്രധാനമായ ആ ദിവസത്തെ അമലാണ് ഉദ്ഹിയ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഉദ്ഹിയ, എല്ലാ ബലിപെരുന്നാളിനും 2 ആടുകളെ കൊടുത്തതായി ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള സഹാബികൾ റിവായത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സൂറത്തുൽ കൗസറാണ് പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. ഇന്നാ അഅതൈനാകൽ കൗസർ, പ്രവാചകനെ നാം താങ്കൾക്ക് കൗസർ എന്ന് പറയുന്ന തടാകത്തെ പ്രദാനം ചെയ്തിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ, ആ കൗസർ എന്ന് പറയുന്ന തടാകം ലഭിച്ചതിന് അങ്ങയുടെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ സവിശേഷമായി അല്ലാഹു സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ. ബലിമൃഗങ്ങൾ, ആ ബലിമൃഗങ്ങളെ നാം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരാണ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അത് ഹൃദയങ്ങളുടെ സൂക്ഷ്മതയാണ്, വിശ്വാസമാണ്, ഈമാനാണ്, തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല